നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, പറയുമ്പോഴേ ഒരു ചിരിയാണ് വരുന്നത്, ചർച്ച ചെയ്യുന്നത് രാഹുവും ചന്ദ്രനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. രാഹുവിന് ചന്ദ്രനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് ആദ്യം അങ്ങ് പഠിച്ചോളുക. രാഹുവിന് ചന്ദ്രനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അത്രയ്ക്ക് ദേഷ്യമാണ്. ചന്ദ്രൻ്റെ കാരകത്വം എന്തൊക്കെയായിരിക്കും? അമ്മ, തോട്ട്സ്, വൈശ്യനാണ്, ലാഭം മാത്രമായിട്ടായിരിക്കും ചിന്തിക്കുന്നത് എല്ലാം. രാഹു ചന്ദ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇമോഷൻസിൻ്റെ ആളാണല്ലോ ചന്ദ്രൻ. ഇമോഷണൽ സ്റ്റോംനെസ്, വായി തോന്നുന്നതെല്ലാം കൊടുങ്കാറ്റ് പോലെ വിളിച്ച് പറയും. എന്തെങ്കിലും ഒന്ന് ഹേർട്ട് ചെയ്താൽ പെട്ടെന്നാണ് വിളിച്ച് വായി തോന്നുന്നതെല്ലാം പറയും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മ. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, ചിലപ്പോൾ നല്ല പൊസിഷനിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇത്. ഒരു ഇൻസെക്യൂരിറ്റി, ആരെ കണ്ടാലും സ്നേഹം തോന്നുന്ന, എപ്പോഴും ആരെങ്കിലും ഒന്ന് റിലേ ഓൺ ചെയ്യാനുള്ള ടെൻഡൻസി. അമ്മയിൽ നിന്നോ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അല്ലെ അമ്മയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയാത്തൊരിത്. പൂർവജന്മത്തിൽ അമ്മയോ മാതൃ സംബന്ധമായിട്ടുള്ള കലകളെയോ, മാതൃകലകളെന്നോ മദർലി ഫീലിങ്സ് ഒക്കെ പറയില്ല, അത് ഒന്നും കൃത്യമായിട്ട് ചെയ്യാത്തതിന് ഈ ജന്മം അത് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. അപ്പം അതൊക്കെ ചെയ്തു പോകണം. അപ്പം ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ, ശാരീരിക ബുദ്ധിമുട്ടുകളോ മാനസിക ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ അമ്മ ഇങ്ങനെ ശുശ്രൂഷിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റി, ചിലപ്പം സൈക്കിക് പ്രോബ്ലംസ് എന്തെങ്കിലും വരാം. ബ്രേക്കപ്പുകൾ നിമിത്തമുണ്ടാവുന്ന കടുത്ത ഡിപ്രഷൻ. രാഹു ഉണ്ടാക്കുന്ന ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുന്ന ദശ, അതുകൊണ്ടാണ് രാഹു ദശ കയറുമ്പം, രാഹുവിൻ്റെ അപഹാരം കയറുമ്പം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വല്ലാത്ത വേദനകൾ, ബ്രേക്കുകൾ ഉണ്ടാക്കും മനസ്സിന്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു നിമിഷം കൊണ്ട് അങ്ങ് അപ്രത്യക്ഷമാവും പോകുന്ന പോലെ, ഗോസ്റ്റിങ്, അതായത് പോകുന്ന പോലെ ഒരു ഫീല് വരും നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ അങ്ങനെയുള്ള അബ്യൂസുകളെയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരിത്. അതുപോലെ തന്നെ ഈവിൾ ഫോഴ്സ്, കണ്ണ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നുമുള്ള മാനസിക സംഘർഷങ്ങൾ. അതുപോലെ തന്നെ ദുർസ്വപ്നങ്ങൾ ധാരാളം കാണുക, അതിനോടൊരു ഭയം വരിക, പാമ്പിനെയൊക്കെ ധാരാളമായിട്ട് സ്വപ്നം കാണുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. ബേസിക്കലി മൈൻഡിൻ്റെ ഇൻസ്റ്റെബിലിറ്റി തന്നെയാണ്. മനസ്സിനൊരു പിടപ്പായിരിക്കും, എപ്പോഴും ഒരു കിടുകിടുപ്പുണ്ടായിരിക്കും. ഭയങ്കര കഴിവുള്ളവരായിരിക്കും, ചിലപ്പം നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവരായിരിക്കും, നല്ല കപ്പാസിറ്റി ഉള്ളവരായിരിക്കും, പക്ഷേ ക്യാരക്ടറിൽ എപ്പോഴും ഒരു പിടപ്പായിരിക്കും. അതുപോലെ ചീറ്റിങ്ങിന് ഇരയാകുക, അല്ലെങ്കിൽ ഇവരോട് അധികകാലം ആൾക്കാർക്ക് ഇവർ വലിയ സ്നേഹപ്രകടനങ്ങളും എല്ലാം ഭയങ്കര സ്പീഡായിരിക്കും, പെട്ടെന്ന് കൊണ്ടുവന്ന് സ്നേഹമൊക്കെ കൊണ്ടുവന്നങ്ങ് കമത്തി കൊടുക്കും, പക്ഷെ ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് ചെയ്യാനോ എളുപ്പമാണ്. കൺസിസ്റ്റൻസിയാണ് ഭയങ്കര പാട്. അതുകൊണ്ട് തന്നെ ഇവർ റിലേഷൻഷിപ്പിലൊക്കെ നന്നായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അത് ഏതിലായാലും. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും, അവരെയൊക്കെ കുറ്റം പറഞ്ഞിരിക്കുകയും ചെയ്യും. ഇപ്പോഴും ഒരു സങ്കടമായിരിക്കും, ഹൈപ്പർ ടെൻഷൻ, അസ്വസ്ഥതകൾ ഒക്കെ വരും. അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലം ഇൻ ലങ്സിൽ പ്രോബ്ലംസ്, ചെസ്റ്റ്, അതേപോലെ തന്നെ അലർജറ്റിക് രോഗങ്ങൾ. മൂക്കെപ്പോഴും നനഞ്ഞിരിക്കും. ഈ രാഹുചന്ദ്ര യോഗം ഉള്ളവർക്ക് മൂക്കെപ്പോഴും ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കും, എപ്പോഴും മൂക്ക് നനഞ്ഞിരിക്കും, ഒരു ജലദോഷം പോലെ എന്നും ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ ഉറപ്പായിട്ട് മിക്ക ആൾക്കാർക്കും, രാഹുചന്ദ്രയോഗം ഉള്ളവർക്ക് രാവിലെ മൂക്കെല്ലാം കൂടെ അടഞ്ഞായിരിക്കും ഇരിക്കുന്നത്. സൈനസൈറ്റിക്സിൻ്റെ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റഡ് ഇൻ മിസ്റ്റിക്കൽ സയൻസ്, ഈശ്വര കാര്യങ്ങളോടുള്ള താല്പര്യം, സ്പിരിച്വാലിറ്റിയോടുള്ള താല്പര്യം, മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനം, ജപം ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ മനസ്സിൽ എപ്പോഴും ഒരു അസ്വസ്ഥതകൾ, എപ്പോഴും ഒരു പിടപ്പ്, ഇങ്ങനെ ഒരു കിടുകിടുപ്പുണ്ടാവും, അസന്തുഷ്ടി ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പം പ്രണയിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥിരത ഉണ്ടാവില്ല അതിന്. നമുക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏത് ബന്ധവുമായിക്കോട്ടെ, അത് വിദ്യാഭ്യാസത്തോടുള്ള ബന്ധമായിക്കോട്ടെ, കർമ്മത്തോടുള്ള ബന്ധമായിക്കോട്ടെ, പാർട്ട്ണറിനോടുള്ള ബന്ധമായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള ബന്ധമായിക്കോട്ടെ, ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മുന്നോട്ട് പോകാൻ പറ്റിയില്ല വെച്ചാൽ ഊഹിക്കാവുന്നതല്ലേ ഉള്ളത്, പരാജയത്തിലേക്ക് കലാശിക്കും.
അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ രാഹുചന്ദ്രയോഗം ഉള്ളവർക്ക് എപ്പോഴും ഒരു ബ്രേക്ക്, എല്ലാ ബന്ധങ്ങളും കട്ടായി പോകും, അല്ലെങ്കിൽ അവരുടെ എല്ലാത്തിനും ഒരു പൂർണ്ണത വരാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മനസ്സിന് എന്നും ഒരു സംഘർഷവും അസ്വസ്ഥതയും. ഈ രാഹു ചന്ദ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ തമാശയ്ക്ക് ജ്യോതിഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു തർക്കമൊക്കെ വരികയാണെങ്കിൽ തന്നെ ജ്യോതിഷന്മാരുടെ ഇടയിൽ തന്നെ പണ്ടുള്ള ഒരു സഭയിലൊക്കെ പറയുന്നത്, താനെന്താണ് ഒരു രാഹു ചന്ദ്രനെ കണ്ട പോലെ ഇടപെടുന്നത് എന്ന്. അതായത് രാഹു ചന്ദ്രനെ കണ്ട പോലെ ഇടപെടുന്നത്. അപ്പോൾ അത്രയും ശത്രുതയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അവരുടെ യോഗം എന്ന് പറയുന്നത് ആ എനർജികൾ തമ്മിൽ ഒരിക്കലും ചേരത്തും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രാഹുചന്ദ്ര യോഗത്തിൻ്റെ ആദ്യം മനസ്സിൽ നിന്ന് തുടങ്ങാം. മനസ്സിൻ്റെ കാരകനോടാണല്ലോ ചന്ദ്രൻ. അപ്പോൾ ഈ ഒരു മൂഡി മിക്സ്ചർ ഓഫ് ഡിപ്പെൻഡൻസി അതൊന്ന് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം ഒന്നത്. അതുപോലെ തന്നെ നമ്മളെ കെയർ ചെയ്യുന്നവരോടെ, നമുക്ക് വേണ്ടവരോടൊക്കെ ഒരു ചൊറിയൻ സ്വഭാവം. ഐ മീൻ നമുക്കിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇവർ നല്ല സ്വഭാവമായിരിക്കും, മറ്റുള്ളവരോട് നല്ല സ്വഭാവമായിരിക്കും, ഇവരിടപെടുന്ന ആൾക്കാരോട് നല്ല സ്വഭാവമായിരിക്കും. പക്ഷേ ഇവരുടെ കെയർ ടേക്കറായിട്ടുള്ളവരുണ്ടല്ലോ, ഇവരുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണർ, ഇവരുമായിട്ട് അടുത്തിടപഴകുന്നവർ, അതുപോലെ തന്നെ അങ്ങനെയുള്ളവരോടൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടും ഭയങ്കര മോശമായിട്ടും എനിക്ക് ഇങ്ങനെ വിഷമം തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മറ്റുള്ളവരെ വേദനിപ്പിക്കും. അതേപോലെ പാരാനോർമൽ ആക്ടിവിറ്റിയുടെ ഇൻഫ്ലുവൻസ് വരാം. അതുപോലെ തന്നെ മെൻ്റൽ അൺറെസ്റ്റ്, ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു മാനസികാവസ്ഥ, ഇൻസോമാനിയ, ഉറക്കക്കുറവ്. 12 ചന്ദ്രരാഹു യോഗമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറക്കവേ കാണത്തില്ല. എപ്പോഴും ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ പോസിറ്റീവാക്കി മാറ്റാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തണുത്ത പദാർത്ഥങ്ങളും തണുത്ത വസ്തുക്കളും അധികം ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കഫം അങ്ങനെ അലർജറ്റിക് രോഗങ്ങൾക്കെതിരെ നീന്താൻ നോക്കണം. ഒന്നത് തിങ്ക് പോസിറ്റീവ്, വളരെ പോസിറ്റീവായിട്ടും ബോധപൂർവം ശ്രമത്തോടു കൂടി. നമ്മൾ എക്സസൈസിന് പോകുമ്പോൾ നമുക്ക് 5 കിലോയുടെയും 10 കിലോയുടെയൊക്കെ ഡമ്പൽ തരുമ്പോൾ അതെടുത്ത് പൊക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമ്മൾ ബോധപൂർവ്വം, മനസ്സ് ഇങ്ങനെ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഒരു ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും. അപ്പം അതിനെ ഇങ്ങനെ ഓവർകം ചെയ്യാൻ, അതിനെ ശ്രമിക്കാൻ കഷ്ടപ്പെട്ട് നമ്മൾ അത് എത്തിക്കണം. പോസിറ്റീവായിട്ടിരിക്കാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് അയ്യോ എന്ന് കരയരുത്. പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ ശ്രമിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഫാമിലി എക്സ്പീരിയൻസിനോടും ഫാമിലി എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനോടും ആ ചുറ്റുപാടുകളോടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. രാഹു നിൽക്കുന്ന ഭാവം ഏതാണെങ്കിലും ആ ഭാവത്തോട് കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഗിവ് റെസ്പെക്റ്റ്. ആർക്കാണ്? നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നവരോട് ഒക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. എപ്പോഴും എല്ലാവരും നമുക്ക് ചേർന്ന ആൾക്കാരാണെന്ന് ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിലാവണം നമ്മുടെ ജീവിതം എന്നൊന്നും പറയാൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ജീവിക്കുന്നത് ഈ നാർസിസ്റ്റുകളുടെ ഇടയിലാണ്, അതുകൊണ്ട് തന്നെ എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം ഇൻഡിവിജ്വാലിറ്റി കൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സിന് അവർക്കൊരു ഡിഫറൻസ് വരും എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണിക്കുന്നത് വേറൊരാളാണ് നമ്മളോട് കാണിച്ചാൽ നമ്മൾ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫീലിങ്സ് എല്ലാം നമ്മളങ്ങ് എടുത്ത് കുടഞ്ഞിടുമ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് അത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേരുടെ ക്ഷമയും സ്നേഹവും ആണ്. അവർക്ക് നമ്മളോടുള്ള മമതയാണ്, അവരുടേതാണ് നമ്മളെന്നുള്ള തോന്നലും കൂടിയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തിരിച്ചും നമുക്കും പലരോടുമുള്ള കൺസിഡറേഷൻ, എത്ര കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിട്ടും നമുക്ക് ആ കൺസിഡറേഷൻ വരുന്നതിൻ്റെ കാരണവും നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെൻ്റാണ്. അപ്പം ഇതിൽ നിന്നൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വീണ്ടും രാഹു നിൽക്കുന്ന ഭാവങ്ങൾ ചന്ദ്രനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ഒരുപാട് മാനസിക വിഷമങ്ങളുണ്ടാവും, വ്യഥകളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വളരെ പോസിറ്റീവായിട്ട് നന്നായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. നല്ലതേ വരൂ. നന്നായിട്ട് ശ്രമിക്കണം, പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കണം. ധ്യാനം, ജപം, മെഡിറ്റേഷൻ ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ചന്ദ്ര രാഹു യോഗം നന്നായിട്ട് ശ്രദ്ധിക്കണം. ജ്യോതിഷം പഠിക്കുന്നവർക്ക് ആ ഭാവം കൊണ്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പം നിങ്ങൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ ചന്ദ്രരാഹു യോഗം കണ്ടാൽ അതൊരു 10 ഡിഗ്രിക്കൊക്കെ ഉള്ളിലാണ് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ ദശയോ രാഹുവിൻ്റെ ദശയോ ഒക്കെ വരുമ്പോൾ നല്ല കേമമായിരിക്കും. നമുക്ക് ജ്യോതിഷി എന്നുള്ള രീതിയിൽ
അത് കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസ്ട്രോളജർ എന്നുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രിഡിക്ഷന് വല്ലാണ്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പായിട്ടിരിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമസ്കാരം.